സൗദിയിൽ പണപ്പെരുപ്പ നിരക്കിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ജൂലൈയിൽ പണപ്പെരുപ്പം 2.1% കുറഞ്ഞു. ജൂണിൽ 2.3% നിരക്ക്. 5 മാസങ്ങൾക്ക് ശേഷമാണ് നിരക്കിൽ കുറവ് അനുഭവപ്പെടുന്നത്. ഭവന വാടകയിലെ അനിയന്ത്രിതമായ വർധനവും വെള്ളം, വൈദ്യുതി, ഗ്യാസ്, ഇന്ധന വിലകളിലുള്ള വർധനവും തുടരുന്നു. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളിലാണ് നേരിയ കുറവ് രേഖപ്പെടുത്തിയത്. 2025 ജൂലൈയിൽ അവസാനിച്ച കണക്കുകൾ പ്രകാരം രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് 2.1% കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 0.2% കുറവ് രേഖപ്പെടുത്തി. തൊട്ട് മുമ്പത്തെ മാസത്തെ അപേക്ഷിച്ചും കുറവാണ് അനുഭവപ്പെട്ടത്. മാർച്ച്, ഏപ്രിൽ, ജൂൺ മാസങ്ങളിൽ നിരക്ക് 2.3% എത്തിയിരുന്നു. 5 മാസത്തെ തുടർച്ചയായ വർധനവിന് ശേഷമാണ് കുറവ് അനുഭവപ്പെടുന്നത്. ഭവന വാടകയിൽ തുടരുന്ന അനിയന്ത്രിത വർധനവ് പോയ മാസത്തിലും അനുഭവപ്പെട്ടു. ജൂലൈയിൽ രാജ്യത്തെ ഭവന വാടകാ നിരക്ക് 6.6% വരെ വർധനവ് രേഖപ്പെടുത്തി. ഇതിനു പുറമെ വെള്ളം, വൈദ്യുതി, ഗ്യാസ്, മറ്റിന്ധനങ്ങൾ എന്നിവയുടെ വിലയിലും വർധനവ് രേഖപ്പെടുത്തി. എന്നാൽ ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറുകൾ, റെഡിമെയ്ഡ്സ് ആൻഡ് ഫുട്വെയർ, ഗതാഗതം, ആരോഗ്യം, കമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ എന്നിവയിൽ കുറവ് അനുഭവപ്പെട്ടു. 2025-ലും 2026-ലും സൗദിയിലെ പണപ്പെരുപ്പം 2% നിയന്ത്രിക്കപ്പെടുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി നേരത്തെ പ്രവചിച്ചിരുന്നു. G20 രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ നിരക്ക് രേഖപ്പെടുത്തുന്ന ഏക രാജ്യവും സൗദി അറേബ്യയാണ്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം.